FSDയിലും തമ്മിലുള്ള തർക്കങ്ങൾ മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം കോടതി വരെ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു കോടതിയെ എത്തി നിൽക്കുന്ന സംഭവം ജൂലൈയിലൊക്കെ വിധി വരുമെന്ന് പറഞ്ഞ് കേൾക്കുന്നു. സോ എന്തായാലും ISLൻ്റെ നടത്തിപ്പിന് തന്നെ വലിയ രീതിയിൽ പ്രശ്നം വന്നിരിക്കുകയാണ്. സോ എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 2010 FSDയിലും അതുപോലെ തന്നെ AFും ചേർന്ന് ഒരു കരാറിലെത്തിയിരുന്നു. അതായത് 15 വർഷത്തെ ഒരു കരാറായിരുന്നു. അതായത് ഓരോ സീസണിലും 50 കോടി വെച്ച് എന്താ പറയുക FSDയിൽ AFന് നൽകും എന്ന രീതിയിലായിരുന്നു ആ ഒരു കരാറെന്ന് പറയുന്നത്. സോ എന്തായാലും ആ ഒരു കരാർ 2025 അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും പുതിയൊരു കരാർ അവർ പറയുന്നത് ഒരു ക്യാഷ്ലെസ് ഡീലാണ്. അതായത് FSDയിൽ ആർക്കും പൈസ നൽകില്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുക. അതായത് ക്ലബ്ബും AFും FSDയിലും എല്ലാവരും ചേർന്ന് ഒരുമിച്ചായിരിക്കണം ലീഗ് നടത്തുക. ഈ ഒരു ലീഗ് നടത്തി ഇതിൻ്റെ ലാഭമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കാൻ പോകുന്നത്. അല്ലാതെ പ്രത്യേകമായിട്ട് AFന് ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് 50 കോടി തരില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക FSDയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിലാണ് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ AFന് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ 14% മാത്രമേ നൽകുള്ളൂ എന്നാണ് പുതിയൊരു ഡീലിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും AF അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 14%, അതായത് ഒരു ലാഭം ഉണ്ടായാൽ മാത്രമേ 14% കിട്ടത്തുള്ളൂ. ലാഭമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു ഡീലിൽ AFന് ഒരു താല്പര്യമില്ല. അവർ കോടതിയിൽ നിന്ന് നിയമ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സോ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആദ്യത്തെ ഒരു 6 മാസം കുഴപ്പമുണ്ടായിരിക്കില്ല. കാരണം ആദ്യത്തെ ഒരു 6 മാസത്തേക്ക് നീട്ടിട്ടുണ്ട്. അവർക്കറിയാം കോടതി വിധിയൊക്കെ വരാൻ കുറച്ച് താമസിക്കുമെന്ന്. എന്തായാലും FSDയിൽ ISL വിടാൻ അവർക്ക് താല്പര്യമില്ല. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ISLന്. കാരണം FSDയിൽ അവർക്ക് ഫ്യൂച്ചറിൽ വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ISL ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും അവർക്കത് കിട്ടിയിരിക്കണം. 5000 കോടി നഷ്ടപ്പെടുന്നവർക്ക് ഭാവിയിലെങ്കിലും തിരിച്ചു പിടിക്കണം. സോ അതിനു വേണ്ടിയാണ് അവരിപ്പോഴും ISLനെ വിടാതെ വെച്ചിരിക്കുന്ന. നഷ്ടം ഉണ്ടായിട്ട് പോലും അവർക്കറിയാം ക്ലിക്കായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളും എല്ലാം വേറെ ലെവലിൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോട്ടെ, പ്രീമിയർ ലീഗിനെ കവച്ചു വയ്ക്കുന്ന ഒരു ടൂർണമെൻറ്റ് തന്നെയായിട്ട് മാറാൻ സാധിക്കും. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ അതുപോലെയാണ്. ഫാൻസൊക്കെ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവൽ. സോ അതുകൊണ്ടാണ് FSDയിൽ ഇപ്പോഴും ഇവിടെ തന്നെ ഇതിനിങ്ങനെ പിടിച്ച് വെച്ച് നിർത്തിയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ.